ഹായ് ഫ്രണ്ട്, ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് ഇരിക്കുന്നവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അതേസമയം ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു ഐറ്റമാണ് ഇന്ന്. ഇത് നമുക്ക് രാവിലെ കഴിക്കാം, രാത്രി കഴിക്കാം, വേണമെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാം, ഉച്ചയ്ക്ക് ചോറിന് പകരമായിട്ടും കഴിക്കാം കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ഒരു ഉപ്പുമാവാണ്. പക്ഷേ ഇത് സാധാരണ ഉപ്പുമാവല്ല, മില്ലറ്റ് കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവാണ്. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് കുതിരവാലി പറഞ്ഞ ചെറുധാന്യമാണ്. ഇംഗ്ലീഷിൽ ബ്രാൻഡ് യാർഡ് മില്ലറ്റ് എന്ന് പറയും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കുതിരവാലി ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മുടെ കുതിരവാലി 1/2 കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം. 1-2 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4-5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ കുതിരവാലി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നുറുക്ക് ഗോതമ്പ് പോലെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളം വാർത്ത് വെക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന്, ഒരു ചെറിയ സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, എടുത്തുണ്ട് കറിവേപ്പില. 1/2 കപ്പ് എടുത്തത്. അപ്പം ഞാനിതിലേക്ക് ഒരു 1.25 കപ്പോളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പിന് നമുക്ക് 2.5 മുതൽ 3 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് പൊടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിം വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണം അതേപോലെ തന്നെ. ഇടയ്ക്ക് അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ചെറിയൊരു ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ട്. ഈ വെള്ളം വറ്റുമ്പോഴേക്കും അത് വെന്ത് വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കട്ടെ, കുറച്ച് വേവ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് വെന്തോ നോക്കട്ടെ. ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ ചെറിയൊരു തരി പോലെ ഉണ്ട് കേട്ടോ. ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പിന് ടോട്ടൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് സെർവ് ചെയ്യാനെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഉപ്പുമാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പോട് കൂടി തന്നെ എടുക്കുന്നുണ്ട്. നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും അതേ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇത് ഇപ്പോൾ മില്ലറ്റ് കൊണ്ടാണെന്ന് ആരും അറിയില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇനി ഇതിൽ കുറച്ച് ക്യാരറ്റ്, ബീൻസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആവും. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.